ഹായ്. അപ്പോൾ ഇന്ന് ഒരു ഫിഷ് പെപ്പർ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ഈസിയാണ് ചെയ്യാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുറേ സ്റ്റെപ്പൊന്നുമില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും ചെയ്യാം. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതിൽ. എന്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയും അപ്പങ്ങളുടെ കൂടെ വരെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫിഷ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് മീനാണ്. അപ്പോൾ മീൻ ഞാനിപ്പോൾ ഇവിടെ 5 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻ നിങ്ങൾക്ക് ഏത് മീനും എടുക്കാം. പിന്നെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യണം എന്നില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭംഗി ഉണ്ടാവും. പിന്നെ ഉള്ളിൽ കുറച്ച് മസാല പിടിക്കുകയും ചെയ്യും. ഇനി ഇത് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതൊരു 15 മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാം, കുഴപ്പമില്ല. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ആ മസാല മീനിൻ്റെ പുറത്തൊന്ന് കോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും കൂടി ഒന്ന് മുത്ത് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ട്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 10 ചെറിയ ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1-2 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു പച്ചമുളക് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത്. വഴറ്റിയെടുക്കാൻ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കണം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കൂടി പോവരുത്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി പ്യൂരി ആയിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് തക്കാളിയുടെ തൊലി കളയെ വേവിച്ചെടുക്കുക ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ജ്യൂസ് ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകരുത്. ഞാനിപ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ആ ജ്യൂസ് ജാർ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തതാണ്. വെള്ളം കൂടി പോകരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇതിലിട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മീനായതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും എടുക്കില്ല കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉടഞ്ഞു പോകുന്നില്ല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല. അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്, അത് ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂ പേസ്റ്റാണ്. ഒരു 10 കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണിത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കാഷ്യൂ നട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കാതെ, കാഷ്യൂ പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കാതെ നിങ്ങൾക്ക് അങ്ങനെയും സെർവ് ചെയ്യാം. എന്നാലും നല്ല ടേസ്റ്റാണ്. കാഷ്യൂ പേസ്റ്റും കൂടി ചേർത്ത് 1 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. എന്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിത് ഓട്ടടയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ വരെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഫിഷ് റെസിപ്പീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്, എന്നാൽ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.